ഭാരവാഹികളെ പുനഃസംഘടിപ്പിക്കുന്നതൊക്കെ ഒരു സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിലെല്ലാ തവണയും ഭാരവാഹികളായിട്ട് പുതിയ ആൾക്കാർ വരും. അതിൽ ഈ തവണ ശ്രീ കെ സുരേന്ദ്രൻ കേരളത്തിൽ നിന്ന് പുതുതായിട്ട് ദേശീയ ഭാരവാഹിയായിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് മുഴുവൻ തന്നെ ഏറ്റവും സന്തോഷം തരുന്ന, ഏറ്റവും ആവേശം തരുന്ന ഒരു തീരുമാനമാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് കേരള ബിജെപിക്ക് വരാനിരിക്കുന്ന കാലത്ത് വലിയൊരു കുതിപ്പുണ്ടാക്കുന്നതിന് കാരണമായിട്ട് മാറി. ഏത് മൊത്തം മന്ത്രി ജോർജ് എന്റെ പേര് വി മുരളീധരനാണ്. ഞാനൊരു MLA ആണ്. ഞാനല്ല കേന്ദ്ര മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ആരൊക്കെ കിട്ടുമ്പോഴും പിടിച്ചിട്ട് വടിയും പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കരുത്. മന്ത്രിസഭാ രൂപീകരണം എന്റെ പണിയാണ്. എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നത്? പ്രതീക്ഷയില്ല. അതിന്റെ അർത്ഥം അതാണ്. നിങ്ങൾ ഏത് ചാനലായിരുന്നു? മാതൃഭൂമി ചാനലിലൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. BJP വിട്ട് നിന്നിട്ടൊന്നുമില്ലല്ലോ. അല്ല, സർബാനന്ദ് സോനോവാൾ പങ്കെടുക്കാത്തതിന്റെ കാരണം മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചല്ലോ. സർബാനന്ദ് സോനോവാൾ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് ഞാനല്ലല്ലോ പറയാ. അതെല്ലാം ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കറിയില്ല അങ്ങനെ ഒരു വിഷയം. ഞാൻ പോകാതിരുന്നത് എനിക്ക് നേരത്തെ നിശ്ചയിച്ച മറ്റു പരിപാടികളുണ്ടായിരുന്നു. അപ്പൊ അല്ല, അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ വന്ദേമാതരം കൊണ്ട് ആരെങ്കിലും അങ്ങനെ നിങ്ങളെല്ലാരും എഴുതിയത് ഞാൻ ചിലതൊക്കെ വായിച്ചു. എല്ലാവരും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ എൻഗേജ്മെന്റ് കാരണമായിരിക്കും എനിക്ക് തോന്നുന്നു. എന്റെ കാര്യം എനിക്കറിയാം, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് പറയാം. ഞാൻ കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല, അത് എന്തോ നിങ്ങളൊക്കെ എഴുതുന്നത് വായിച്ചു എന്നല്ലാതെ PC ജോർജിനെ കണ്ടിട്ടില്ല. അല്ല, PC ജോർജിനെ വിവാദമുണ്ടോ? 4.5 കോടി രൂപ ഒരു മണ്ഡലത്തിലേക്ക് വന്നുവെന്നാണ്. ഏതാ 4.5 കോടി രൂപ ഒരു മണ്ഡലത്തിലേക്ക് വന്നുവെന്നാണ്. എനിക്ക് ഏതായാലും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. അതൊക്കെ ഞാനിങ്ങനെ നാട്ടുകാരോടൊക്കെ പറയേണ്ട കാര്യമല്ലല്ലോ. അതൊക്കെ പാർട്ടി ആലോചിക്കുമോ? അത് അത്തരം കാര്യങ്ങളൊന്നും ഞാനല്ല മറുപടി പറയേണ്ടത്. അതൊക്കെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോട് സംസാരിക്കും. അല്ല, ഞാൻ പറയട്ടെ, ഞാനത് ആദ്യം പറഞ്ഞ സെന്റൻസിലെല്ലാം ഉണ്ട്. അതായത് BJP എല്ലാ തവണയും പുതിയ സംഘടനാ സംവിധാനം ഉണ്ടാകുമ്പോൾ പുതിയ ആളുകൾ വരണമെന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള പാർട്ടിയാണ് BJP. ഇത്ര ശതമാനം പുതിയ ആളുകളെ വെക്കണം. അപ്പോൾ പഴയ ആളുകൾക്ക് പകരം പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കും. അടുത്ത തവണ വേറെയും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കും. അപ്പോൾ നിങ്ങൾ പറയും ഇയാളെ വെട്ടി. അതിന്റെ അർത്ഥം അല്ല. അതായത് നിങ്ങൾ ഈ നടത്തുന്ന വെട്ടി നിരത്തൽ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ വേറെ പാർട്ടികൾക്ക് വേണ്ടി ഉപയോഗിച്ചോ. BJPക്ക് എതിരായിട്ടൊന്നുമില്ല. ശരി. ये भी पता नहीं. वर्किंग कमेटी कांग्रेस का है, मैं BJP का लीडर हूँ. मेरे से वर्किंग कमेटी क्या पूछ रहे हैं? कम से कम इतना तो ऐसे हर चीज के लिए नहीं रखना है.